ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലും വിഷ്ണുവും കൂടി കൊട്ടും കുരുവിയുമായി വരികയാണ്. ഈ സമയം സുസ്മിതയ്ക്ക് ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ വിഷ്ണു പറയാണ്, ഇന്നെൻ്റെ ഷാനി IAS കാരിയായ ദിവസമാണിടാ കമല. അപ്പോൾ അതിനെന്തിനാ കുടിക്കുന്നത്, എന്താണ് മണ്ട നീ പറയുന്നതെന്ന് പറഞ്ഞ് കമലിൻ്റെ മുഖം നോക്കിയോ കരണം നോക്കിയോ ഒന്ന് അങ്ങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ സുസ്മിത പറയണേ, ഇതെന്ത് പേക്കൂത്ത്, എന്താണ് വിറ്റന്മാർക്കൊക്കെ ഇത്ര റോട്ടിൽ കിടന്ന് അഴിഞ്ഞാടാനുള്ളത്, അതിനെന്താണ് ഇന്നൊരു ആഘോഷമുള്ളത് എന്നൊക്കെ സുസ്മിത പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇവരുടെ പേക്കൂത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സുസ്മിത. പിന്നീടാണ് മനസ്സിലാവുന്നത് അത് വിഷ്ണുവും കമലും ആണെന്ന്. അങ്ങനെ വിഷ്ണു ഇങ്ങനെ പറയാണ്, ഇന്നെൻ്റെ ഷാലിനി IAS കാരിയാവുമല്ലേ, IASൻ്റെ പദവി കിട്ടിയതല്ലേ, അപ്പോൾ ആ സന്തോഷം ഇങ്ങനെയൊക്കെയാണ് ആഘോഷിക്കേണ്ടത്, അന്നത്തെ ദിവസം കുടിച്ചതെന്ന് കുഴപ്പമില്ല. അപ്പോൾ ഉടൻ തന്നെ കമൽ പറയാണ്, എന്തായാലും ഇതിപ്പോൾ ഷാലിനി അറിഞ്ഞു കഴിഞ്ഞാൽ ഷാലിനിക്ക് അത് ഇഷ്ടപ്പെടില്ലേ. ഇല്ലടാ, അവൾക്ക് ഇഷ്ടപ്പെടും, അവൾക്ക് ഇന്ന് ഞാൻ കുടിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് എന്നോട് ഒരുപാട് സന്തോഷമാവും എന്നുള്ള വാക്കുകളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം സുസ്മിതയെ പെട്ടെന്ന് കമലങ്ങ് കാണണം. കമൽ കണ്ടതിനോട് കൂടിയിട്ടാ അണ്ണ അക്ഷര നിൽക്കുന്നത് നമ്മുടെ സുസ്മിതയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരൊറ്റ എന്നാണ് കമലിൻ്റെ മുഖം നോക്കി വിഷ്ണു കൊടുക്കുകയാണ്. വിഷ്ണുവിന് 4 കാലിൽ പോലും നിൽക്കാൻ കഴിയുന്നില്ല, അത്രയും കുടിച്ചിട്ടുണ്ട് വിഷ്ണു. അങ്ങനെ വിഷ്ണു പറഞ്ഞുകൊണ്ട് തന്നെ, നീ എന്താടാ ഈ കാണിക്കുന്നത്, നീ എന്തിനാടാ സുസ്മിതയെ കാര്യം ഇവിടെ ഇട്ടത്, അവളെപ്പോലെ ഒരു വിഷജന്മത്തെ കാര്യം നീ എന്തിനാടാ പറയുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുസ്മിത ആകെ പേടിക്കാണ്. അങ്ങനെ സുസ്മിത കമലും വിഷ്ണു നിൽക്കുന്ന ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാതെ, ഈശ്വര എന്നെ കണ്ടല്ലോ പെട്ടല്ലോ എന്ന ഭാവത്തിൽ തിരിഞ്ഞു നിൽക്കാൻ കേട്ടോ. ഇതേ സമയം കമൽ പറയാണ്, ആശാനെ ഒന്നങ്ങ് നോക്ക്, അവിടെ കാണുന്നത് എന്താണ്, അത് സുസ്മിത തന്നെ, അക്ഷരം തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞ് അടികിട്ടിയ കമൽ വിഷ്ണുവിൻ്റെ മുഖം തിരിച്ചു പിടിക്കുമ്പോൾ വിഷ്ണു കാണുന്ന കാഴ്ച സുസ്മിത തന്നെയാണ് കേട്ടോ. നേരാണല്ലോ, അത് സുസ്മിതയാണല്ലോ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കാറിൻ്റെ മുന്നിലോട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്കും സുസ്മിത കാറിൻ്റെ ഗ്ലാസ്സൊക്കെ പൊക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ മേഡം ഇതൊന്നും തുറന്നേ ഡി, നീ ഇത് തുറക്കടി, മേഡം തുറക്കടി എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ സുസ്മിത അങ്ങ് തുറക്കണം കേട്ടോ. എന്നിട്ട് പറയും, മേഡം നിങ്ങൾ സുസ്മിതയാണോ? സുസ്മിതയോ? ഞാൻ സുസ്മിതയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കമലിനെ വീണ്ടും വിഷ്ണു അടിക്കുകയാണ്. കണ്ടവന്മാരൊക്കെ സുസ്മിതയാണോ, സുസ്മിത എന്ന പേര് നീ ഇവിടെ പ്രയോഗിക്കത്, ആ വൃത്തികെട്ടവളുടെ പേര് ഇനി പറഞ്ഞാലുണ്ടല്ലോ ആശാനെ ഇനി ഞാൻ പറയില്ല എന്ന് പറയട്ടോ. അങ്ങനെ സുസ്മിത ഈശ്വര രക്ഷപ്പെട്ടു, 4 കാലിൽ വന്നതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. എന്തായാലും ഇവർ എന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക എന്നിങ്ങനെ സുസ്മിത ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ കമലും വിഷ്ണുവും കൂടി ഇങ്ങനെ പോവാണ്. എന്നെൻ്റെ ഷാലിനിക്ക് IAS പദവി കിട്ടി, അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, ഞാൻ എന്തായാലും അകത്തോട്ട് പോട്ടെ, ഷാലിനിയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് വിഷ്ണു കയറുമ്പോഴായിരിക്കും ഷാലിനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കേട്ടോ. സത്യാമ്മ പറഞ്ഞ ആ വാക്ക്, സത്യാമ്മക്ക് കൊടുത്ത ആ സത്യം, അത് താൻ തെറ്റിച്ച് ഇനി ഒരു IAS കാരിയായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ സത്യാമ്മ ശരിക്കും പൊട്ടിത്തെറിക്കും എന്നറിഞ്ഞിങ്ങനെ സങ്കടത്തോടു കൂടിയിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശ്യാമ കയറി വരികയാണ്. അതായിരിക്കും വിഷ്ണു കാണുന്നത്. അങ്ങനെ വിഷ്ണു ഇവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണ്. ഇതേ സമയം ശ്യാമ പറയണേ, എന്തിനാ എൻ്റെ കുഞ്ഞേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ഇന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞേച്ചിക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്. എനിക്ക് സന്തോഷിക്കാൻ മോളെ, പക്ഷെ സത്യാമ്മക്ക് കൊടുത്ത വാക്ക് അതൊന്നും ഇത്ര കാര്യമാക്കണ്ട, കുഞ്ഞേച്ചി അതൊക്കെ വിട്ടേക്ക് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതെങ്ങനെ വിടാൻ പറ്റും, സത്യാമ്മയോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ സത്യാമ്മയുടെ സ്വഭാവം അറിയാലോ, അതിനിപ്പോൾ കുഞ്ഞേച്ചി അവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ, കുഞ്ഞേച്ചി ചെറുപ്പം മുതലേ സ്വപ്നം കണ്ട് നടക്കുന്ന ആ ഒരു സ്വപ്നമല്ലേ ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് സന്തോഷിക്കുകയാണ് വേണ്ടത്, മറ്റുള്ളവരുടെ ജീവിതം എന്താവണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സത്യാമ്മയല്ല, കുഞ്ഞേച്ചി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞേച്ചിക്ക് കിട്ടിയ നേട്ടം കുഞ്ഞേച്ചി ഒരിക്കലും കൈവിടരുത്. ഇതുപോലെ തന്നെയാണ് അമ്മ, മറ്റുള്ളവരുടെ കാര്യമൊക്കെ പറയും, എന്നാൽ അമ്മയ്ക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അമ്മക്ക് നമ്മുടെ കാര്യത്തിലൊക്കെ ഭയങ്കര സങ്കടമാണ്, അമ്മയാണ് ശരിക്കും കുഞ്ഞേച്ചിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, ഡി അമ്മ കടന്നു പോയ വഴികൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയുമോ? ഇല്ലല്ലോ, അത് നന്നായി എനിക്കറിയാം, നീ കുഞ്ഞായിരുന്നു അന്ന് അമ്മ അനുഭവിച്ച ആ ഒരു ദുഃഖത്തിലൂടെ അമ്മയുടെ മക്കൾ കടന്നു പോയരുതെന്ന് കരുതിയിട്ടാണ് അമ്മ നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ വിഷമത്തിലാവുന്നത്, അല്ലാതെ അമ്മയെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം പിന്നീട് ശ്യാമ പറയുന്ന വാക്ക് അത് വിഷ്ണുവിനെ സന്തോഷിപ്പിക്കുകയാണ് കേട്ടോ. ശ്യാമ പറയണേ, കുഞ്ഞേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് മാമ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ മുറുമുറ എന്ന് പറയുന്നുണ്ടാവും, അതിൻ്റെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, കുഞ്ഞേച്ചി വന്ന് ഭക്ഷണം കഴിക്കാം, എനിക്കൊന്നും ഇപ്പോൾ വേണ്ട, എനിക്ക് ഭക്ഷണം വിശക്കുന്നില്ല. ഉടൻ തന്നെ ശ്യാമ വീണ്ടും പറയണേ, അങ്ങനെ പറയല്ലേ കുഞ്ഞേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ശരിയാവില്ല, ഷാരിയേച്ചി ഒരു മസാലദോശ കൊണ്ടുപോവാ. അപ്പോഴേക്കും ഷാനി പറയുന്നു, എനിക്ക് വേണ്ട, എന്നാൽ പച്ചമാങ്ങയാണോ വേണ്ടത്, ഉപ്പിലിട്ട മാങ്ങയാണോ, അത് വേറെന്തെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ലഡു വേണോ, ജിലേബി വേണോ, അങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, ഈ ഒരു സന്തോഷത്തിനിടയിൽ ഞാനൊരു അച്ഛനാവാൻ പോകുന്നു എന്ന സന്തോഷമോ എന്നുള്ള ആ ഭാവത്തെ വിഷ്ണു കണ്ണും തുറിച്ച് സന്തോഷത്തോടു കൂടി കരയണോ ചിരിക്കണോ എന്നറിയാത്ത ആ സന്തോഷ കണ്ണീരും ആ സന്തോഷ ചിരിയും വിഷ്ണുവിൻ്റെ മുഖത്ത് കാണാൻ കേട്ടോ.
എന്നാൽ ഈ സമയം ശാലിനിയും ശ്യാമയും വിഷ്ണുവിനെ കണ്ടിട്ടില്ല. അങ്ങനെ ശ്യാമ പിന്നെയും തുടരുകയാണ്. ഇതേ കുഞ്ഞച്ചി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇല്ലടി, എനിക്ക് വേണ്ട, അതിനു പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ കുഞ്ഞച്ചി ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ, എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. എൻ്റെ കുഞ്ഞച്ചി വാ വാ, ഇതെൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞച്ചിയുടെ കുഞ്ഞല്ല, ഇതെൻ്റെ കുഞ്ഞാണ് എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് വിളിക്കുവായിക്കൂട്ടെ. ഷാരി, ഷാരിയേച്ചി, വലിയേച്ചി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോഴാണ് ഷാരി ഓടി വരുന്നത്. അപ്പോൾ വീണ്ടും ശ്യാമ പറയുന്നത്, എൻ്റെ കുഞ്ഞേച്ചിയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞ് ഇനി അടി കൂടണ്ട, വാ ഭക്ഷണം തരാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണു ഇതൊക്കെ കേട്ട് ആകെ അന്തം വിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ ഷാരി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണു മുറ്റത്ത് നിൽക്കുന്നതായിരിക്കൂട്ട. അങ്ങനെ വിഷ്ണുവിനെ കണ്ട ആ ഒരു സമയം ശ്യാമ വീണ്ടും പറയാമെന്ന് കാണുമ്പോൾ വിഷ്ണുവേട്ടൻ എന്നങ്ങ് പറയാൻ കേട്ടോ. അതോടുകൂടി ശാലിനി അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ സമയം വിഷ്ണു അങ്ങ് ഓടി വരികയാണ്. എന്താ ഈ പറഞ്ഞത്? എന്ന് എനിക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്, ഇന്ന് നീ IAS ആവുക എന്ന് പറഞ്ഞ ആ ദിവസം തന്നെ നീ ഇന്ന് ഗർഭിണിയാണ്, ഞാനൊരു അച്ഛനാവാൻ പോകുന്നു എന്ന സത്യം ഞാൻ അറിഞ്ഞല്ലോ ശാലിനി എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ഇതേ സമയം ശാലിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ പകച്ചു പോവാണ്. ശാലിനിക്ക് വാക്കുകളില്ല. വിഷ്ണുവേട്ടൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന ആ ഭാവത്തിൽ ശാലിനി നിൽക്കുന്നു. അങ്ങനെ എനിക്കിന്ന് എന്തൊരു സന്തോഷമുള്ള നിമിഷമാണ്. എനിക്ക് നീ IAS എനിക്ക് എൻ്റെ ഞാൻ ഇന്നൊരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത കേൾക്കുന്നു. എന്തെല്ലാമാണ് ഞാൻ ഈ കേട്ടത് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ വിഷ്ണു ഓവറാവുന്നതെന്ന് കാണുമ്പോൾ ശാലിനി പെട്ടെന്ന് അങ്ങ് ശാലിനിയുടെ മൈൻഡ് മാറ്റാണ്. എന്താ വിഷ്ണുവേട്ടാ ഈ പറയുന്നത്? ആര് കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോകുന്നു? ആര് ഗർഭിണി എന്നാ പറയുന്നത്? ഇവിടെ ഗർഭിണി ശ്യാമയല്ലേ? അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നീ ഗർഭിണിയാണ്, കുഞ്ഞു വിശക്കുമ്പോൾ കരയെന്നും കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ ശ്യാമ പറയുന്നത് ഞാൻ കേട്ടല്ലോ. ശ്യാമ അത് പറഞ്ഞു എന്നുള്ള സത്യം തന്നെയാണ്. എൻ്റെ കുഞ്ഞാണ് വയറ്റിൽ കിടക്കുന്നത്. അപ്പോൾ എന്നോടും കൂടി ഭക്ഷണം കഴിക്കാൻ അവൾ എന്നോട് വിളിച്ചതാണ്, അല്ലാതെ ഒന്നല്ല. അങ്ങനെയൊന്നല്ല ഞാൻ കേട്ടത്. ഞാൻ ഇങ്ങനെയാണ്. വിഷ്ണുവേട്ടൻ കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ ഉടൻ തന്നെ ഞാൻ സന്തോഷം കൊണ്ട് കുറച്ച് കുടിച്ചു ശാലിനി, അത് സത്യം തന്നെയാണ്. എന്നാൽ ഞാൻ കേട്ടത് തെറ്റിയിട്ടില്ല. വിഷ്ണുവേട്ടൻ കേട്ടത് തെറ്റിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെ. വിഷ്ണുവേട്ടൻ കേട്ടില്ലേ ശ്യാമ ഇതെൻ്റെ കുഞ്ഞാണെന്ന് പറയുന്നത്? പിന്നെ എന്താ വിഷ്ണുവേട്ട എന്നെ ഇങ്ങനെ എല്ലാവർക്കും മുന്നിലിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. എൻ്റെ കൂടപ്പറപ്പുകളുടെ മുന്നിലിട്ട് എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. ഞാനൊരു ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ വിഷ്ണു സോറി എല്ലാവരോടും സോറി, ഞാൻ ഒരു തെറ്റ് പറ്റി, എനിക്കൊരു തെറ്റ് പറ്റി, കുടിച്ചത് കൊണ്ടാണ് തോന്നുന്നത്. പുറത്ത് സുസ്മിതയാണെന്ന് പറഞ്ഞ് ഞാൻ ഒരുത്തിയെ കണ്ടപ്പോൾ സുസ്മിത എന്ന് ചോദിച്ചു പോയി. ഇന്ന് ആകെ അബദ്ധങ്ങളാണല്ലോ. സന്തോഷം കൊണ്ടാ ശാലിനി, സന്തോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞ് കണ്ണ് തുടക്കാൻ കേട്ടോ. പിന്നീട് വിഷ്ണു ചെയ്യുന്നത് എൻ്റെ മക്കളോട് എല്ലാവരോടും ഞാൻ സോറി പറയുന്നതെന്ന് പറഞ്ഞ് ശാലിനിയുടെ വയറ്റത്തങ്ങ് കിടന്നിട്ട് ഈ അച്ഛനോട് ക്ഷമിക്കുക, ഈ അച്ഛൻ ഒരു തെറ്റ് പറ്റി, ഈ അച്ഛനോട് ക്ഷമിക്ക് മക്കളെ, പൊന്നു മക്കളെ ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശാലിനിയുടെ വയറ്റത്ത് കിടന്ന വിഷ്ണു അത് പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് അങ്ങ് വിഷ്ണുവിൻ്റെ കൈ തട്ടാണ് കേട്ടോ. എന്ത് വിഷ്ണുവേട്ടൻ നീ കാണിക്കുന്നത്? ആര് ഗർഭിണി? എന്ത് ഗർഭിണി എന്നാ പറയുന്നത്? ഇവിടെ ശ്യാമയല്ലേ ഗർഭിണി? എൻ്റെ വയറ്റത്തിൽ കിടന്ന് എന്താ വിഷ്ണുവേട്ടൻ പറയുന്നത് എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ പെട്ടെന്ന് ആ മൈൻഡ് മാറ്റിയിട്ട് പറയും, സോറി, ഞാൻ കുടിച്ചത് കൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല ശ്യാമേ, സോറി കേട്ടോ, കുഞ്ഞിനോട് സോറി പറഞ്ഞതാണ്, സോറി കേട്ടോ എന്ന് പറയണേ. എന്തായാലും എൻ്റെ ശാലിനി വന്നേ, വലിയൊരു സർപ്രൈസ് കാണിച്ചു തരാൻ വാ എന്ന് പറയണേ. എന്ത് സർപ്രൈസ്? വിഷ്ണു കേട്ടോ ഒന്ന് ഒതുങ്ങി നിന്നേ. അതല്ലേടി ഇപ്പോൾ പറഞ്ഞത് നിന്നോട്, വിഷ്ണു ബാൻഡും മേളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. വിഷ്ണു IAS ആ ഒരു പദവി നിനക്ക് കിട്ടിയ ആ സന്തോഷം, അതുകൊണ്ട് നീ ചെല്ലു വിഷ്ണുവിൻ്റെ കൂടെ എന്ന് പറയട്ടോ. അങ്ങനെ വിഷ്ണു ശാലിനിയെ വിളിച്ചങ്ങ് വലിച്ചു കൊണ്ടുവരികയാണ്. പിന്നീട് വിഷ്ണു അങ്ങ് എത്തുന്നതോട് കൂടിയിട്ട് കമലും അതുപോലെ കൂട്ടുകാരൊക്കെ പറയാണ്, എന്തായാലും അവരത് വരുന്നത്, എനിക്ക് ഇനിയിപ്പോൾ അവൾ IAS ആയിട്ടാണോ ഇന്ന ഭാഗത്തുള്ള ആ കള്ള് ഷോപ്പ് തുറക്കാൻ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന കമൽ പറയാണ്, ഞങ്ങളുടെ ആശാന് എന്ത് പറഞ്ഞാലും ശാലിനി ചേച്ചി ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കമലും പറയാൻ കേട്ടോ. അങ്ങനെ കൊട്ടും കുരവയൊക്കെ ആയിട്ട് വരികയാണ്. എന്നാൽ ഈ സമയം സുസ്മിത ഇവരെന്തിനാണ് ഇങ്ങനെ ശാലിനിയെ ഇട്ടിട്ട് നാലുപുറം കൊട്ടുന്നത്? എന്താ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഫോൺ എടുത്ത് തനിക്ക് കിട്ടിയ അവസരം മുതലെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ സത്യാമ്മക്ക് അങ്ങ് അയച്ചു കൊടുക്കാൻ കേട്ടോ. എന്നാൽ ഈ സമയം സത്യാമ്മ തൻ്റെ മൊബൈലിൽ വന്ന ആ മെസ്സേജ് പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ ഷാൻ ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ കളിക്കുന്നതും പൂമാല ഇട്ട് കൊടുക്കുന്നതും ആ ഒരു രംഗങ്ങൾ കാണുമ്പോൾ സത്യാമ്മ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇനി നാളത്തെ എപ്പിസോഡ് കിടിലൻ തന്നെയാണ് കേട്ടോ.